അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ 10-ൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചവരായി സമയങ്ങൾ കഴിച്ചു കൂട്ടുന്നവരാണ് നാം. 1000 മാസത്തേക്കാൾ കൂടുതൽ സമയം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ലൈലത്തുൽ ഖദർ ലഭിച്ചവർക്കുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിച്ചു. അങ്ങനെ ലൈലത്തുൽ ഖദർ എന്ന മഹത്തായ അള്ളാഹുവിന്റെ ആ ഓഫർ കരസ്ഥമാക്കാൻ വേണ്ടി അധ്വാനിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന 4 വിഭാഗം ആളുകൾക്ക് ലൈലത്തുൽ ഖദർ ലഭിക്കുകയില്ല എന്ന് പരിശുദ്ധമായ ഹദീസിലൂടെ മുത്തനബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. 4 വിഭാഗം ആളുകൾക്ക് ലൈലത്തുൽ ഖദർ ലഭിക്കുകയില്ല. അതിലെ ഒന്നാമത്തെ വിഭാഗത്തെ പറ്റിയിട്ടാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ വിഭാഗം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കള്ള് കുടിക്കുന്ന ആളുകൾ, മദ്യപാനികളായ ആളുകൾ, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, ഇവർക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുത്തുനബിയുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഓഫർ ചെയ്യുന്ന ലൈലത്തുൽ ഖദർ ലഭിക്കുകയില്ല എന്ന് നബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ കാലം നമുക്കറിയാം, നാം അറിയാത്ത പല മേഖലകളിലും പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് ലഹരി പദാർത്ഥങ്ങൾ. ലഹരി പദാർത്ഥങ്ങൾ നാം അറിയാത്ത പല മേഖലകളിലും, നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രായമുള്ള ആളുകളിലും, ചെറുപ്പക്കാരായ ആളുകളിലും, വിദ്യാർത്ഥികളിൽ പോലും ആൺ പെൺ വ്യത്യാസമില്ലാതെ ലഹരി പദാർത്ഥങ്ങൾ വ്യാപകമായ ഈ കാലത്ത് വളരെ ഗൗരവത്തോടെ നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. ലഹരി ഉപയോഗിക്കുന്നവർ, കള്ളു കുടിക്കുന്നവർ, മദ്യപാനികളായ ആളുകൾ, അവർക്ക് ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് നബിതങ്ങൾ പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസിലൂടെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മദ്യപാനികളായ ആളുകളുടെ കൽബുകളിൽ നിന്ന് ഈമാനിന്റെ പ്രകാശം ഒഴിവായി പോകാൻ, കൽബിൽ നിന്ന് ഈമാൻ പുറപ്പെട്ടു പോകാൻ വരെ മദ്യപാനവും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കലും കാരണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. മുഅ്മിനിന്റെ ഈമാൻ ഏത് നിമിഷത്തിലാണ് നഷ്ടപ്പെടുക എന്ന് പറയാൻ കഴിയുകയില്ല. നാം എപ്പോഴും നമ്മുടെ മരണം വരെ ഈമാൻ നിലനിൽക്കാൻ വേണ്ടി ദുആ ചെയ്യണം, അതിയായി ആഗ്രഹിക്കണം. എപ്പോഴാണ് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുക എന്ന് പറയാൻ കഴിയില്ല. അതേ സമയത്ത് മദ്യപാനിയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ, അത് ഏത് പേരിലാണെങ്കിലും ലഹരി പദാർത്ഥങ്ങൾക്ക് നാം അടിമയാണെങ്കിൽ നമ്മുടെ ഈമാൻ നമ്മുടെ ഖൽബിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിലൂടെ നബി തങ്ങൾ പഠിപ്പിച്ചു, ശാരിബുൽ ഖംരി കആബിദിൽ വസനി, ആഖിറത്തിൽ കള്ളു കുടിക്കുന്ന, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ റബ്ബിനെ കണ്ടുമുട്ടുന്നത് ബിംബാരാധകരായ ആളുകളെ പോലെയാണെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്ന, ബിംബങ്ങളെ ആരാധിക്കുന്ന ആളുകൾ എപ്രകാരമാണോ റബ്ബിനെ കണ്ടുമുട്ടുന്നത്, അതുപോലെയാണ് ലഹരി ഉപയോഗിക്കുന്നവർ, കള്ളുകുടിക്കുന്നവർ, മദ്യപാനികൾ റബ്ബിനെ കണ്ടുമുട്ടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. മഹാന്മാര് പഠിപ്പിച്ച വേറൊരു ഹദീസ് ഇന്ന് നമുക്ക് ശ്രദ്ധേയമാണ്. ഖിയാമത്ത് നാളാകുന്ന സമയത്ത് മദ്യവും ലഹരികളും വ്യാപകമാകും. ഒരുപക്ഷെ മദ്യത്തിന്റെ പേരിൽ ആ ലഹരികൾ അറിയപ്പെടണമെന്നില്ല. വിവിധ പേരുകളിൽ കേട്ടാൽ നല്ല സുഖമുള്ള, ഇത് ലഹരിയാണെന്നൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത, അതിന്റെ യഥാർത്ഥ പേരുകളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ പേരുകളിൽ ഖിയാമത്ത് നാളാകുമ്പോൾ ലഹരികൾ വ്യാപകമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ലഹരിയുടെ അംശങ്ങൾ ഒഴിവാക്കി കളയണം. നാം നമ്മുടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും ലഹരി പദാർത്ഥങ്ങൾ, അത് ഒരു ദ്രാവക രൂപത്തിലുള്ള മദ്യമാണെങ്കിലും, അതല്ല ഖരവസ്തുക്കളാണെങ്കിലും, ഏത് രൂപത്തിലാണെങ്കിലും, ലഹരിയാണോ മദ്യമാണോ, നമ്മുടെ ബുദ്ധിയെ നീക്കിക്കളയുന്ന, മസ്തുണ്ടാക്കുന്ന സംഗതികളാണോ, ഈ പറയുന്ന അപകടങ്ങളൊക്കെ കാത്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു.
ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന വലിയ പണ്ഡിതനുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ അരുമ ശിഷ്യനായ ഒരു മുത്തഅല്ലിം, അദ്ദേഹത്തിന്റെ ക്ലാസുകളിൽ മുൻനിരയിലുള്ള ഖിദ്മത്തിന് ഒന്നാമതുള്ള ഉസ്താദിന്റെ അരുമ ശിഷ്യനായ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മുത്തഅല്ലിം മരണപ്പെടുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ഉസ്താദ് ആ വിദ്യാർത്ഥിയുടെ അടുക്കൽ വന്നുകൊണ്ട് സൂറത്തുൽ യാസീൻ പാരായണം ചെയ്തു. ആ മുത്തഅല്ലിം പറഞ്ഞു, എന്റെ അടുക്കൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യരുത്. അപ്പോൾ ഉസ്താദ് തഹ്ലീൽ ചൊല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടു. മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ ചൊല്ലൂ. കുട്ടി പറയുകയാണ്, ഞാൻ ചൊല്ലുകയില്ല, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ വചനം ചൊല്ലുകയില്ല എന്ന കുഫ്രിയത്തിന്റെ വർത്തമാനം ഉസ്താദിനോട് പറഞ്ഞപ്പോ എല്ലാ നല്ല കാര്യങ്ങൾക്കും മുന്നിലുള്ള, നന്നായി കിതാബ് പഠിക്കുന്ന, എല്ലാ ഇബാദത്തുകൾക്കും ഉസ്താദിന്റെ തൊട്ടു പിന്നിലുള്ള ആ സമർത്ഥനായ മുത്തഅല്ലിം, ഉഖറവിയായ മുത്തഅല്ലിമാണെന്ന് ഉസ്താദ് ധരിച്ച ആ മുത്തഅല്ലിം കുഫ്രിയത്തിന്റെ വർത്തമാനം പറഞ്ഞപ്പോ ഉസ്താദിന് വല്ലാത്ത സങ്കടമായി. 40 ദിവസത്തോളം ഉസ്താദ് ദുഃഖത്തിലായിരുന്നു, വിഷമത്തിലായിരുന്നു. ആ മുത്തഅല്ലിമിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരുന്നു. 40 ദിവസം കഴിഞ്ഞപ്പോ മരണപ്പെട്ട തന്റെ ശിഷ്യനെ സ്വപ്നത്തിൽ കണ്ടു. ഉസ്താദ് ചോദിച്ചു, മോനെ, നീ എല്ലാ നല്ല കാര്യങ്ങൾക്കും എന്റെ മുന്നിൽ ഉണ്ടായിരുന്നു, ഇബാദത്തുകൾക്ക് ഒന്നാമനായിരുന്നു, എന്റെ ക്ലാസുകൾ നന്നായി ശ്രദ്ധിക്കുന്ന നല്ല വിദ്യാർത്ഥിയായിരുന്നു, പിന്നെന്തുകൊണ്ട് നിന്റെ ഈമാനിന് കേട് സംഭവിച്ചു എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ ശിഷ്യനോട് ചോദിച്ചപ്പോ ആ മുത്തഅല്ലിമായ ശിഷ്യൻ പറഞ്ഞ മറുപടി, പ്രിയമുള്ളവരെ, നാം ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ മുത്തഅല്ലിം പറയുകയാണ്, എനിക്കൊരു അസുഖമുണ്ടായിരുന്നു, പല ഡോക്ടർമാരെയും ഞാൻ സമീപിച്ചു, അവരാരും തന്ന മരുന്നുകൾ എനിക്ക് ഫലിച്ചില്ല. അവസാനം ഒരു വൈദ്യരെ ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വർഷത്തിൽ ഒരിക്കൽ ഒരു ഗ്ലാസ് മദ്യം കുടിച്ചാൽ നിങ്ങളുടെ അസുഖത്തിന് ശമനമുണ്ടാകുമെന്ന് ആ വൈദ്യര് പറഞ്ഞിരുന്നു. ആരും അറിയാതെ ആ രോഗം മാറാൻ വേണ്ടി ഞാൻ മദ്യപിച്ചിരുന്നു. വർഷത്തിൽ ഒരിക്കൽ ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് മദ്യം ഞാൻ കുടിച്ചിരുന്നു. അതിന്റെ കുഴപ്പമാണ്. അതുകൂടാതെ മറ്റു 2 പ്രശ്നങ്ങളും പറഞ്ഞു. കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മദ്യം ഞാൻ കഴിച്ചിരുന്നു, ആരും അറിയാതെ. അത് ഒരുപക്ഷെ മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, ഡോക്ടർമാർ പറഞ്ഞിട്ടാണ്. വർഷത്തിൽ ഒരിക്കൽ ഒരു ഗ്ലാസ് മാത്രമാണ്. എന്നിട്ട് പോലും എന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ ആ പ്രവർത്തനങ്ങൾ കാരണമായി. ഒരു നല്ല മുത്തഅല്ലിം, റബ്ബിന്റെ ദീൻ നന്നായി പഠിക്കുന്ന, ഉസ്താദിന്റെ പൊരുത്തം സമ്പാദിച്ച, ദീനിന്റെ വഴിയിൽ പഠിക്കുന്ന ഒരു മുത്തഅല്ലിമായ ആ കുട്ടി പോലും അത് തന്റെ മരുന്നിന്റെ ആവശ്യത്തിനാണെങ്കിൽ പോലും, ചികിത്സക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും വർഷത്തിൽ ഒരിക്കൽ ഒരു ഗ്ലാസ് മദ്യം കുടിച്ചതിന്റെ ബുദ്ധിമുട്ടാണ് അവസാനം സഹിക്കേണ്ടി വന്നതെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ നാട്ടിലെ അവസ്ഥകൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലൈലത്തുൽ ഖദ്ർ എന്ന മഹത്തായ സംഗതി പ്രതീക്ഷിച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾ പള്ളികളിൽ ഇഅ്തികാഫിരിക്കുമ്പോൾ, നാം നിരന്തരം ദുആ ചെയ്യുമ്പോൾ, ഖുർആൻ പാരായണങ്ങൾ നടത്തുമ്പോൾ, അതിയായി ലൈലത്തുൽ ഖദ്ർ കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ 4 വിഭാഗത്തിലെ ഒന്നാമത്തെ വിഭാഗം അത് മദ്യപിക്കുന്ന ആളുകളാണ്, ലഹരി ഉപയോഗിക്കുന്നവരാണ്, മദ്യപാനികളാണ്. ആ കൂട്ടത്തിൽ ഒരിക്കലും നാം പെട്ടുപോകരുത്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ബാക്കിയുള്ള 3 വിഭാഗത്തെ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം, ചർച്ച ചെയ്യാം, കേൾക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മദ്യം കൈകൊണ്ട് തൊടുന്ന ദുരവസ്ഥയെ തൊട്ട് നമ്മെയും നമ്മുടെ സന്താന പരമ്പരകളെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. വിവിധ പേരുകളിൽ ഇന്ന് നമ്മുടെ മാർക്കറ്റുകളിൽ നമ്മുടെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയകളുടെ ഷർറുകളിൽ നിന്ന് നമ്മെയും നമ്മുടെ സന്താന പരമ്പരകളെയും ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അവസാനം വരെ ഈമാനോടുകൂടെ ജീവിച്ച് കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മുത്തുനബിയുടെ പുന്നാര പൂമുഖം കണ്ടുകൊണ്ട് വിജയിക്കുന്ന, മരിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ, ഇബാദു സ്വാലിഹീങ്ങളിൽ നമ്മെയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.